ലാൽ ജോസ് എന്ന സംവിധായകൻ. പൃഥ്വിരാജിന് വൺ ഓഫ് ദി ബെസ്റ്റ് പടം ക്ലാസ്മേറ്റ്. കുറെ കാലത്തിന് ശേഷം ദിലീപിന്റെ മീശമാർജനമായി മലയാള സിനിമയുടെ തിരിച്ചുവരും. ദുൽഖറിനെ വിക്രമാദിത്യൻ സിനിമയിലൂടെ നാടൻ കഥാപാത്രം കൊണ്ട് ബിജു മേനോനെ ഹീറോ ആക്കി കൊണ്ടുവന്ന വെള്ളിമൂങ്ങ ഓർഡിനറി. അങ്ങനെ പലരുടെയും കരിയർ മാറ്റിയ ആളാണ് ലാൽ ജോസ്. അങ്ങേര് ഫഹദ് ഫാസിലിനെ നായകനാക്കി കൊണ്ടുവന്നതാണ് ഡയമണ്ട് നെക്ലേസ്. ഫഹദ് ഫാസിൽ എന്ന നടൻ അന്നുവരെ പാരലൽ പടങ്ങൾ മാത്രം ചെയ്തിരുന്ന ആളാണ്. 22 ഫീമെയിൽ കോട്ടയം, ആക്കം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമ ഇതായിരുന്നു. ഇനി പടത്തെക്കുറിച്ച് പറയാം. ലാൽ ജോസ് ഇക്ബാൽ കുറ്റിപ്പുറം കോംബോയിലെ രണ്ടാമത്തെ പടം. ഈ കോംബോയിലെ പടങ്ങൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും കാണാൻ പറ്റിയ പടം. ദുബായിൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ അരുൺ മേനോന്റെ കഥ. ഫുൾ ഈഗോ, പൈസ, സ്റ്റാറ്റസ്. ജീവിതത്തിൽ 3 പെണ്ണുങ്ങൾ വരുന്നു. ഒരു ഡയമണ്ട് നെക്ലസിനെ ചുറ്റി ഇവരുടെ ജീവിതം കറങ്ങുന്നു. ജീവിതം വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകുന്നു. ദുബായ് കാഴ്ചകളും കേരളത്തിലെ നാട്ടിൻപുറത്തെ പച്ചപ്പും നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാൽ ജോസിന്റെ ഫ്രെയിം എപ്പോഴും മനോഹരമാണല്ലോ. മ്യൂസിക് വിദ്യാസാഗർ. നീലാമലരെ എന്ന പാട്ട് വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്. ഇത് കാണാത്തവർ ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക.